അതെ, തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ മാണി ഗ്രൂപ്പിൽ സംഭവിക്കുന്നത് എന്ത്? വളരെ ആകാംക്ഷയുള്ള കൗതുകമുള്ള ചില ചർച്ചകളാണ് മാണി ഗ്രൂപ്പിൽ നടക്കുന്നത്. പൊതുവിൽ നമുക്ക് ഈ ചർച്ചകളെ അനവസരത്തിലുള്ള ഒരു അനാവശ്യ തർക്കമെന്ന് വിശേഷിപ്പിക്കാം. കാരണം പൊളിറ്റിക്കൽ പാർട്ടികളിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ബലാബലങ്ങളൊക്കെ പതിവാണ്. ഒരു പാർട്ടിയിൽ തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, കേരളം കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളിൽ നമ്മൾ മുമ്പും പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ ഇത്തരമൊരു ആശയക്കുഴപ്പം എങ്ങനെ ഉണ്ടാവുന്നു എന്ന ചോദ്യമാണ്. ഇത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമായിരുന്നു എന്ന് ഇതുവരെ വേണമെങ്കിൽ അവർക്ക് ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങളൊക്കെ അതങ്ങനെയല്ല, അതിന് വലിയ ഗ്രാവിറ്റി ഉണ്ട് എന്ന സൂചന കൂടി നൽകുന്നുണ്ട്. നമുക്കിതിൻ്റെ സാഹചര്യങ്ങൾ പല അർത്ഥത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യം തന്നെ നോക്കാം, എന്താണ് ഈ തർക്കം എന്ന കാര്യം. നമുക്കറിയാം, ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ, അതായത് ഇടതുമുന്നണി നടത്തുന്ന യാത്രക്കിടയിലെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ജോസ് കെ മാണിയുടെ കൈവശമുണ്ടായിരുന്ന മൈക്ക് മേടിച്ചു പിടിച്ച് തട്ടിപ്പറിച്ചെന്നാണ് പിന്നീട് അത് പറഞ്ഞത്. അങ്ങനെ മേടിച്ചെടുത്ത് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി മത്സരിക്കും, പാലയിൽ തന്നെ മത്സരിക്കും എന്ന കാര്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല ജോസ് കെ മാണിക്ക്. അദ്ദേഹം പിന്നീട് അത് തിരുത്തി. KC മുതൽ, അതായത് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി തലം മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു ആവേശമുണ്ട്. ആ യുവത്വത്തിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്. താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇതാണ് ജോസ് കെ മാണി പിന്നീട് എടുത്ത ന്യായം. പക്ഷേ ഇന്ന് വീണ്ടും റോഷി അഗസ്റ്റിൻ ഇതിൽ വെടിപൊട്ടിക്കുകയാണ്. അദ്ദേഹം പറയുന്നു ജോസ് കെ മാണി മത്സരിക്കും, തർക്കമില്ല കാര്യത്തിൽ, അത് പാലായിൽ തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ നേതൃത്വപരമായ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ഒന്ന്, ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കും. ഏത് പാർട്ടിക്കും വേണ്ടത് ഉറച്ച നേതൃത്വമാണ്. മികച്ച നേതൃത്വമുണ്ടെങ്കിലേ ജനങ്ങൾ കൂടെ നിൽക്കൂ. ഒപ്പം ചോരത്തിളപ്പിൽ താൻ പറഞ്ഞതല്ല കാര്യങ്ങൾ, KM മാണിക്കൊപ്പം പ്രവർത്തിച്ചു പരിചയ പാരമ്പര്യം തനിക്കുണ്ട്. ഇതാണ് ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ കാര്യം. എന്തിനദ്ദേഹം ഈ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തി എന്ന കാര്യവും അതിൻ്റെ രാഷ്ട്രീയം കൂടി നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടി വരുന്നത്. കാരണം ഇത് സ്വാഭാവികമായി ഉണ്ടായ ചില വാക്കുകളാണോ, അതിനപ്പുറം അതിന് ചില വികാരങ്ങളുണ്ടോ എന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഇന്ന് വീണ്ടും ജോസ് കെ മാണി ആവർത്തിക്കുകയാണ്, താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്ന് മാത്രമല്ല, സിറ്റിംഗ് MLA മാർ പോലും എല്ലാവരും മത്സരിക്കുമോ എന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടായിട്ടില്ല. അത് പാർട്ടി തീരുമാനിക്കുമെന്നതാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ആണ് പറയുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളിൽ ആരൊക്കെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻസ് ഉണ്ടാകും. അത് സ്വാഭാവികമായും അതങ്ങ് ഏറ്റെടുത്ത് പറയുകയാണ്. എന്നാൽ ഞങ്ങൾ ഔദ്യോഗികമായി പിന്നീട് പ്രഖ്യാപിക്കും, ഇങ്ങനെ പറയുകയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു പതിവ്. പക്ഷേ അത് മറികടന്നുകൊണ്ട് ജോസ് കെ മാണി ഒരു ഔദ്യോഗിക പരിവേഷം അതിന് നൽകുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് റോഷിക്കിട്ടുള്ള ഒരു പണിയാണോ എന്ന സ്വാഭാവികമായ ചോദ്യം ഉയരുകയാണ്. നമുക്ക് ആദ്യം ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ ആദ്യം എങ്ങനെയാണ് ഈ തർക്കം ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ നാടകീയത ഉണ്ടാവുന്നത്, രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ആ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ കൈവശം ഇരിക്കുന്ന മൈക്ക് വാങ്ങിപ്പിടിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അത് പാർട്ടി തീരുമാനിക്കും, ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചു, ഒരു കുഴപ്പമില്ല. പാർട്ടി തീരുമാനിക്കും, ജോസ് കെ മാണി മത്സരിക്കും. ആലോചനയുടെ കാര്യമുണ്ടോ? അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും, നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. ആലോചന മത്സരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ. അപ്പോൾ ഈ ഒരു തർക്കത്തിൻ്റെ രാഷ്ട്രീയം എന്താ എന്ന സ്വാഭാവികമായ ചോദ്യം ഉയർന്നു വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ നാടകീയ നീക്കം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ജോസ് കെ മാണി പറഞ്ഞ ചില പ്രയോഗം എന്തായിരുന്നറിയോ? ജോസ് കെ മാണി പറഞ്ഞത്, ഇതൊരു യുവത്വത്തിൻ്റെ തിളപ്പ് പ്രസരിപ്പ് ഇപ്പോഴുമുള്ള ആളാണ് റോഷി അഗസ്റ്റിൻ. അദ്ദേഹം അതിൻ്റെ ആവേശത്തിൽ പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്ക് അതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറയുന്നയാളാണ് റോഷി അഗസ്റ്റിൻ. ഇതൊക്കെയാണ് ജോസ് കെ മാണി പറഞ്ഞത്. പക്ഷേ ഇന്ന് അതിനോട് അത്ര ചേർന്ന് പോകുന്ന പ്രതികരണമല്ല റോഷി അഗസ്റ്റിൻ നടത്തിയത്. അദ്ദേഹം പറയുന്നത് അല്പം കൂടെ വ്യക്തതയില്ല കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല, ഒരു പാർട്ടിയുടെ നേതൃത്വം എങ്ങനെ ആവണം എന്ന ചില ഓർമ്മപ്പെടുത്തൽ കൂടി റോഷി അഗസ്റ്റിൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം എന്ത്, അതാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. കേൾക്കാം ഇന്നത്തെ റോഷിയുടെ ആ വാക്ക്. ഞങ്ങളുടെ കേരളം മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലേ ജനങ്ങളെ കൂടുന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെന്താ പിന്നെ അങ്ങ് വാർണിക്കുക? കേരള പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം.
യെസ്, ഇതാണ് ആ വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, റോഷി പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. അത് നിലവിലുള്ള കേരള കോൺഗ്രസിൻ്റെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി. നമുക്കിതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരള കോൺഗ്രസിൽ എപ്പോഴും അധികാരത്തിനൊപ്പം ആളുകൾ കൂടുന്നു എന്നതാണ് അവരെക്കുറിച്ച് പറയുന്ന ഒരു ആക്ഷേപം. അപ്പോൾ ഈ തവണ അവർ ഇടതുമുന്നണിയിലേക്ക് ഒപ്പമെത്തി, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ജോസ് കെ മാണിയും മത്സരിച്ചു, റോഷി അഗസ്റ്റിനും മത്സരിച്ചു. പക്ഷേ നിയമസഭയിലേക്ക് വിജയിച്ചത് റോഷി അഗസ്റ്റിനാണ്. ജോസ് കെ മാണി പരാജയപ്പെട്ടു. സ്വാഭാവികമാണ്, ജോസ് കെ മാണി വിജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയായേനെ. ജോസ് കെ മാണിക്ക് പകരം മന്ത്രിസ്ഥാനത്തേക്ക് വന്ന അതോടുകൂടി റോഷി അഗസ്റ്റിനാണ്. അതായത് കെ എം മാണിയുടെ പാരമ്പര്യം പേറുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ മുന്നണി പ്രവേശനത്തിൻ്റെ മന്ത്രിസഭാ പ്രതിനിധിയായി വരുന്നത് റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹം ആ 3-ാം നമ്പർ കാറിൽ കെ എം മാണിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരു വരവൊക്കെയുണ്ട്. അതായത് തങ്ങളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം എടുത്ത ശേഷവും ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണി ആ വീട്ടിലുണ്ടായിരുന്നു. അന്ന് തന്നെ പത്രക്കാർ അതോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി അധികാരം റോഷി അഗസ്റ്റിനൊപ്പം പോകുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ആ 2 സാധ്യതകളും റോഷി അഗസ്റ്റിനും തള്ളി, ജോസ് കെ മാണിയും നൽകി. കാരണം താൻ ഇന്നും പാർട്ടിക്ക് വിധേയനാണ്, ചെയർമാനാണ് തൻ്റെ നേതാവ് എന്നതൊക്കെയാണ് റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ കാര്യം. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ പൊതുവായ ഒരു പാരമ്പര്യം അത് പവറിനൊപ്പം ആൾ നിൽക്കുന്നു എന്നതാണ്. ഇപ്പോൾ പവർ തൽക്കാലം റോഷി അഗസ്റ്റിനൊപ്പമാണ്. കാരണം അദ്ദേഹം മന്ത്രിസഭാംഗമാണ്, അദ്ദേഹത്തിന് അധികാരമുണ്ട്. സ്വാഭാവികമായും അധികാരത്തിനൊപ്പം അണികളും കൂടി ചേരുമ്പോൾ അതിനുള്ള ഒരു തന്മയത്വം റോഷി അഗസ്റ്റിൻ കൂടി കാട്ടുമ്പോൾ അത് സ്വാഭാവികമായ ഒരു കൈമാറ്റത്തിലേക്ക് പോകുമോ എന്ന കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ഇക്കാര്യത്തിൽ കൂട്ടി വായിക്കപ്പെടണം. മറ്റൊന്നുമല്ല, ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൻ്റെ പേര് അടുത്തിടെ ചർച്ച ചെയ്ത ഒരു സാഹചര്യം, അതിൽ ജോസ് കെ മാണി ചില നിഗൂഢമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയം അവശേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ തന്നെ അത്തരം കാര്യങ്ങളുണ്ട്. മാണി സി കാപ്പനെ പോലെ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വെല്ലുവിളി ഉയർത്തേണ്ട മാണി സി കാപ്പനൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, UDF നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ വെല്ലുവിളിക്കുകയാണ് ജോസ് കെ മാണിയെ. അപ്പോൾ എന്തോ ഒരു നിഗൂഢത അതിൻ്റെ അകത്തുണ്ട് എന്ന കാര്യമാണ്. നമുക്കറിയാം, ആ നാടകീയ നീക്കമൊക്കെ നടങ്ങിയപ്പോൾ റോഷി അഗസ്റ്റിൻ താൻ ഇടതുമുന്നണിക്കൊപ്പം എന്ന് പരസ്യമായ നിലപാട് പറയാൻ ശ്രമിച്ച ആളുകൂടിയാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ആശയവിനിമയം, ഒരു ആശയതർക്കം ഇരു നേതാക്കൾക്കിടയിലും നിലനിൽപ്പുണ്ടാവണം. ആ നിൽക്കുന്നതിൻ്റെ പ്രതികരണമാണോ, അതിൻ്റെ തുടർച്ചയാണോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന ചോദ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ നേതാക്കൾക്കിടയിലെ ആശയക്കുഴപ്പം വരുന്നത് ശരിയോ എന്ന സ്വാഭാവിക ചോദ്യമുണ്ടാവും. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന ആർക്കും ഇത്തരം തർക്കങ്ങളാണ് ഒന്നിച്ചു പോകുന്ന നേതാക്കളെയും ഇരുചേരിയിലാക്കാറുള്ളത് എന്നത് പാരമ്പര്യം. അങ്ങനെയെങ്കിൽ മാണി ഗ്രൂപ്പിലും ഈ ഒരു ഭിന്നതയാണോ വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ അതങ്ങനെയൊന്നുമല്ല, സ്വാഭാവികമായ പ്രതികരണം എന്ന തോന്നൽ ഉളവാക്കി മുന്നോട്ട് പോയെങ്കിലും ഇന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങളിൽ ചില സൂചനകളുണ്ട്. ആ സൂചനകളിൽ പ്രധാനം ഈ നേതൃപാടവത്തിൻ്റെ ആവശ്യകത അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ആ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം ജനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു കാലിബർ കാട്ടേണ്ടി വരുന്നു എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ആർക്കുള്ള മുന്നറിയിപ്പാണ്? ആ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വാഭാവികമായും അത് ചോദ്യമുണ്ട്. താൻ മത്സരിക്കുന്നു എന്ന കാര്യം, മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യം തുറന്നു പറയാൻ എന്തിന് ജോസ് കെ മാണി മടി കാട്ടണം എന്ന സംശയം സ്വാഭാവികമായും ഉണ്ടാവും. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അങ്ങനെയുള്ള ചില ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്താം. പക്ഷേ റോഷി അങ്ങനെ പറഞ്ഞാൽ ഞാനും ഉണ്ടാകും എന്ന സ്വാഭാവിക ന്യായമൊക്കെ എടുത്ത് ഇതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകാനല്ലേ ജോസ് കെ മാണി ശ്രമിക്കേണ്ടത്? അതല്ലെങ്കിൽ പുറമേക്ക് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തയ്ക്ക് എന്ന രീതിയിൽ ഇവർക്കിടയിൽ വലിയ തർക്കമുണ്ട് എന്ന സൂചന നമുക്ക് തള്ളിക്കൊളഞ്ഞുകൂടാ. എന്തായാലും കടുത്ത സസ്പെൻസ് ഇപ്പോഴും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ അവസാനം എന്ത് എന്നതിൻ്റെ ഒരു കാത്തിരിപ്പാണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. ചുരുക്കത്തിൽ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടി വരുന്ന ഇതാണ്: കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യമനുസരിച്ച് നേതാക്കൾക്കിടയിലെ ഒരു ഭിന്നതയുടെ മണമടിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിൽ നടക്കുന്ന പുതിയ നീക്കങ്ങൾ. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിക്കുമിടയിൽ ചില അകലം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ? അതിൻ്റെ ചില തുറന്നു പറച്ചിലുകളാണോ ഈ സംഭവിക്കുന്നത്? അതല്ല, ഇതൊന്നുമല്ല, ഇതെല്ലാം വ്യാഖ്യാനമാണ് എന്ന അവരുടെ വാദത്തിൽ കഴമ്പുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഒരു കാര്യം ഉറപ്പാണ്, അത് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞതിൽ ചില സൂചനകളുണ്ട്. ഒരു പക്ഷേ അത് നേതൃത്വത്തിനുള്ള അല്ലെങ്കിൽ ചെയർമാനുള്ള ജോസ് കെ മാണിക്കുള്ള മുന്നറിയിപ്പാവാം. ചില ആംബിയർ, ചില കാര്യങ്ങൾ പരസ്യമായി പറയേണ്ടി വരും. പാലയിൽ ഞാനുണ്ട് മത്സരിക്കാൻ എന്ന് തുറന്നു പറയാൻ എന്തിനാണ് ജോസ് കെ മാണി മടി കാട്ടേണ്ടത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് സ്വാഭാവികമായും പ്രസക്തിയുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കേരള കോൺഗ്രസ് പാർട്ടികൾ പൊതുവിൽ
വലിയ വെല്ലുവിളി നേടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആരാണ് വലിയ കേരള കോൺഗ്രസ് എന്ന തർക്കം മാണി വിഭാഗത്തിലും ജോസഫ് വിഭാഗത്തിലും നിലവിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസഫ് വിഭാഗമാണ് കരുത്തിയത് കാട്ടിയത്. അതുകൊണ്ട് മുന്നണി മാറ്റമുണ്ടാവണം, അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മാണി ഗ്രൂപ്പിൽ തന്നെ ഇത്തരം ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ആശയക്കുഴപ്പത്തിന് പിന്നിൽ ചില ദുസ്സൂചനകളുണ്ട്, കരുതിയിരിക്കേണ്ടതുണ്ട്, അണികൾക്കുള്ള ജാഗ്രതപ്പെടുത്തലുണ്ട്. എന്തും സംഭവിക്കാമെന്ന രാഷ്ട്രീയ സാഹചര്യം കാണാതിരുന്നുകൂടാ, എന്തും സംഭവിക്കാമെന്ന വസ്തുത കൂടിയാണുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് റോഷി പറഞ്ഞതിന് ശേഷമുള്ള ജോസ് കെ മാണിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ന് പൂർണ്ണമായും തള്ളുകയാണ്, താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ഇത് ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ് അവസാനിപ്പിക്കൽ ഒരു വ്യക്തതക്കുറവ് അതിൻ്റെ അകത്തുണ്ട്. കേരള ഇടതുപക്ഷത്തിൻ്റെ മധ്യമേഖല ജാഥ നയിച്ചു പോവുകയാണ് ജോസ് കെ മാണി. ഇടുക്കി ജില്ലയിലൂടെ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് യാത്ര പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഈ വിവാദമുണ്ടാവുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെയാണ് ഈ വിവാദങ്ങൾ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ പ്രതികരണങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷേ മുന്നണിയിലെ മറ്റ് കക്ഷി നേതാക്കൾ കൂടി ഇതിൽ ഇടപെടുമോ എന്നതും കൂടി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒടുവിൽ ഈ സസ്പെൻസിനെല്ലാം ഒടുവിൽ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് വരാനിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൗതുകത്തോടെ എന്താണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.